എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. കോതമംഗലം ബ്ലോക്കിലെ അയിരൂർപ്പാടം മൃഗാശുപത്രി ഉപകേന്ദ്രം ആന്റണി ജോൺ MLA നാടിന് സമർപ്പിച്ചു. കോതമംഗലം ബ്ലോക്കിലെ അയിരൂർപ്പാടം മൃഗാശുപത്രി ഉപകേന്ദ്രം ആന്റണി ജോൺ MLA നാടിന് സമർപ്പിച്ചു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് പിണ്ടിമന പഞ്ചായത്ത് 10ാം വാർഡ് അയിരൂർപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിൽ അനുവദിച്ച പിണ്ടിമന മൃഗാശുപത്രിയുടെ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ കർഷകർക്ക് ആ നിലയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഏറെ വർഷങ്ങളായി, ഇപ്പോൾ 2022 മറ്റോ ആണ് അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചിട്ടുള്ളത്, സംഭരണ വില. അപ്പോൾ അത് ഏതായാലും ക്ഷീര കർഷകരുടെ ഒരാവശ്യം അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ സർക്കാർ തത്വത്തിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വലിയ താമസമില്ലാതെ നടപ്പിലാക്കി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പരമാവധി ഈ മേഖലയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് സാമ്പത്തികമായും അല്ലാതെയും ഒക്കെയുള്ള പിന്തുണയും പരിഗണനയും കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഇവിടെ ഇതുപോലുള്ള പുതിയ പുതിയ സംരംഭങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ സബ് സെന്റർ അതിനുവേണ്ടി ഇവിടെ പ്രയത്നിക്കുകയും അത് അനുവദിച്ച് കിട്ടുകയും അങ്ങനെ അനുവദിച്ച് കിട്ടിയതിന് ശേഷം ഇവിടെ സംഘം അത് തുടങ്ങാനുള്ള ഒരു സമ്മതം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. സർക്കാരിനോടും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും എല്ലാം പ്രത്യേകമായി താല്പര്യം ഇതിന്റെ ഓരോ കാര്യങ്ങളിലും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ SM അലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ, ജനപ്രതിനിധികളായ വിൽസൺ കെ ജോൺ, TK കുമാരി, സിജി ആന്റണി, ലതാ ഷാജി, ലാലി ജോയി, ക്ഷീരസംഘം പ്രസിഡന്റ് ജെയ്സൺ ജോർജ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബിനു സാച്ചു, ടി ടോമി, ടി അപ്പുക്കുട്ടൻ, സജിത് കെ വർഗീസ്, MR ജയചന്ദ്രൻ, സംഘം സെക്രട്ടറി അനുഷ് ടി സജീവ്, ഡോക്ടർ വിക്ടർ ജൂബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. 8, 9, 10, 11 വാർഡുകളിലെ അയിരൂർപ്പാടം, പുലിമല, ആമല, ആടിയോടി, നെടുമലത്തണ്ട്, ആയക്കാട്, തൈക്കാവുംപടി, മുണ്ടയ്ക്കപ്പടി, ആയപ്പാറ, തോളേലി, സമീപ പഞ്ചായത്തായ നെല്ലിക്കുഴി, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഉൾപ്പെടെ ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. പ്രദേശങ്ങളിലെ ആദ്യത്തെ ഒരു കേരള സർക്കാർ സ്ഥാപനമാണിത്. പ്രദേശത്തുകാർക്ക് വിശിഷ്യ ക്ഷീര കർഷകർ, വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉടമകൾ, പെറ്റ് ആനിമൽസ് ഉടമകൾ എന്നിവർക്ക് വലിയ സഹായകരമാണ് ഈ സബ് സെന്റർ. സ്വന്തം സ്ഥലവും കെട്ടിടവും ലഭ്യമാകുന്നതുവരെ അയിരൂർപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ വാടകരഹിത കെട്ടിടത്തിലാണ് വെറ്റനറി സബ് സെന്റർ പ്രവർത്തിക്കുക. മൃഗാശുപത്രി സബ് സെന്ററിന് വാടക കൂടാതെ കെട്ടിടം നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതിയെ ചടങ്ങിൽ MLA അനുമോദിച്ചു. ഇതൊരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകമായി താല്പര്യമെടുത്തു. ഇവിടെ മെമ്പർ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട അരിമാഷ് അതിന് ആദ്യ അവസാനം അതിൻ്റെ കാര്യങ്ങളിലെല്ലാം പ്രത്യേകിച്ച് MLA എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു. നിരവധി പ്രാവശ്യമാണ് ഇത്തരമൊരു സ്ഥാപനം അനുവദിച്ച് കിട്ടുന്നതിനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സാർ ഇടപെട്ടിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയും പ്രത്യേകിച്ച് മെമ്പർ എന്നുള്ള നിലയിൽ അരിമാഷും, അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഒരു പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. ഞാൻ ഇവിടെ ജയസഞ്ജയനോട് വേദിയിൽ നിന്നിപ്പോൾ സൂചിപ്പിച്ചു, സാധാരണ നിലയിൽ ന്യൂസ് ബ്യൂറോ, കോതമംഗലം.